രാജേന്ദ്രൻ, ഇന്ന് വൈകിട്ട് 7:15 സത്യപ്രതിജ്ഞ നടക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ അപ്പോഴും ഈ വകുപ്പ് വിഭജനം സംബന്ധിച്ച ഘടകകക്ഷികളുടെ നിലപാടൊക്കെ വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ കുറച്ച് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുകയും ബാക്കി രണ്ടാം ഘട്ടത്തിൽ നടത്താം എന്ന ഒരു ധാരണയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മൂന്നാമത്തെ മോദി സർക്കാർ വരുമ്പോൾ ഈ പ്രധാനപ്പെട്ട വെല്ലുവിളിയെ BJP എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക എന്നതാണോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം? തീർച്ചയായിട്ടും അതിനകത്ത് മുന്നണിക്കകത്തും തർക്കങ്ങളുണ്ട്, അതോടൊപ്പം BJPക്കകത്തും തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ട്. ഇപ്പോൾ ഒന്നാം മോദി സർക്കാരിൻ്റെ സമയത്തും രണ്ടാം മോദി സർക്കാരിൻ്റെ സമയത്തും അവിടെ തർക്കങ്ങളോ ആശയക്കുഴപ്പമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താണോ ഈ നരേന്ദ്രമോദി തീരുമാനിക്കുന്നത് അത് അതേപടി അങ്ങോട്ട് അനുസരിക്കുക, അതിനപ്പുറത്ത് യാതൊരു ചോദ്യങ്ങളോ ചർച്ചകളോ യാതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണ്. ഇന്നിപ്പോൾ എന്തായാലും 7:15 വൈകിട്ട് 7:15 സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 7:15 എന്ന സമയം നിശ്ചയിച്ചത് നരേന്ദ്രമോദിയുടെ വിശ്വസരായ ഈ ജ്യോത്സ്യന്മാരാണ്. അദ്ദേഹത്തിൻ്റെ വാരാണസിയിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട സമയം നിശ്ചയിച്ച അതേ ജ്യോത്സ്യം തന്നെയാണോ ഇന്നത്തെ സമയം നിശ്ചയിച്ചതെന്ന് അറിയില്ല. കാരണം അറിയാമല്ലോ, കനത്ത പരാജയതുല്യമായ ജയമാണ് അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ 3 ജ്യോത്സ്യന്മാരെ കണ്ടാണ് നമ്മുടെ സ്മൃതി ഇറാനി അമേഠിയിൽ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട ഈ സമയം നിശ്ചയിച്ചത്. 3 ജ്യോത്സ്യന്മാർ. എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ പിന്നെ കാണുകയും ചെയ്തു. അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രതിസന്ധി ഇപ്പോൾ ഉത്തർപ്രദേശാണ്. BJPയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ് BJP പൊട്ടിത്തെറിയുടെ വക്കിലാണ്. അവിടെ 2 രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ നേതാക്കന്മാരെയെല്ലാം തന്നെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് അമിത്ഷായും മോദിയും കൂടി അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു. അപ്പോൾ ഉത്തർപ്രദേശിലെ നേതാക്കന്മാർ അവഗണിക്കപ്പെട്ടു. ആദിത്യനാഥും രാജ്നാഥ് സിംഗും ഉൾപ്പെടെയുള്ള അവിടുത്തേതായ നേതാക്കന്മാർ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു. മറ്റൊന്ന്, ഇതിനുള്ളൊരു മറുപടി എന്തെന്നാൽ ഉത്തർപ്രദേശിലെ നേതാക്കന്മാരുടെ കഴിവുകേട് കൊണ്ടാണ് അവിടെ ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായതാണ്. അപ്പോൾ ഈ 2 തർക്കങ്ങളും നിലനിൽക്കെ ആരെയെല്ലാം മന്ത്രിമാരാക്കും എന്നത് നമ്മൾ കാത്തിരുന്ന് കാണണം. അപ്പോൾ രാജ്നാഥ് സിംഗ് ഈ പറയുന്ന, പക്ഷേ അവിടെ ഒരു പ്രശ്നം, ഈ രാജ്നാഥ് സിംഗിനും നിതിൻ ഗഡ്കരി അടക്കമുള്ളവർ, പീയൂഷ് ഗോയലിനൊക്കെ ഈ പറയുന്ന RSSന്റെ ശക്തമായൊരു ബാക്കപ്പ് ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും അവർ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത നിലയിലെ കൂടുതലും. തീർച്ചയായിട്ടും. അതായത് BJPക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടുമായിരുന്നെങ്കിൽ ഈ മന്ത്രിസഭയിൽ ഒരിക്കലും രാജ്നാഥ് സിംഗ് ഉണ്ടാകുന്ന പ്രശ്നമേ ഇല്ല. അദ്ദേഹത്തെ ഒഴിവാക്കുമായിരുന്നു. അദ്ദേഹത്തിന് തന്നെ നമുക്കറിയാമല്ലോ, സർക്കാരിൽ വലിയ കാര്യമായിട്ടുള്ള റോളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. രണ്ടാം മോദി സർക്കാരിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പോലും വളരെ അപൂർവമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലാണ് അദ്ദേഹം ഇരുന്നിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ അവഗണിക്കാൻ പറ്റില്ല. അദ്ദേഹമെല്ലാം വളരെ ഏതാണ്ട് ഒരു 4.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് 2019 ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഗണ്യമായ രീതിയിൽ കുറഞ്ഞു. ഒരു കഷ്ടിച്ചാണ് അദ്ദേഹമെല്ലാം രക്ഷപ്പെട്ടതെന്ന് തന്നെ പറയാം. അത് ലക്നൗ പോലുള്ള ഒരു മണ്ഡലത്തിൽ. പക്ഷേ ഇന്നത്തെ UP സാഹചര്യത്തിൽ രാജ്നാഥ് സിംഗിനെ എല്ലാം തന്നെ അവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ അത് യാതൊരു സംശയവും വേണ്ട, അത് BJPക്കകത്തെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായേക്കാം. അപ്പോൾ ഈ മോദിക്ക് അങ്ങനെ കാര്യമായ രീതിയിലുള്ള വലിയൊരു അഴിച്ചുപണിക്കോ കാര്യങ്ങൾക്കോ ഒന്നിനും തന്നെ പഴയതുപോലുള്ള ഒരു അപ്രമാദിത്യം അദ്ദേഹത്തിന് ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. അതുപോലെ എങ്ങനെയാണ് അതായത് BJPക്കുണ്ടായ ആ തിരിച്ചടി കൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ ആ തിരിച്ചടിയിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളണം, അതിനെ മറികടക്കാൻ സാധിക്കണം. ആ രീതിയിലായിരിക്കണം ഈ മന്ത്രിസഭാ രൂപീകരണം നടക്കേണ്ടത്. പക്ഷേ അവിടെ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പരിമിതികളുണ്ട്. ഇന്ന് നമുക്കൊരു എല്ലാ മന്ത്രിമാരും ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ അങ്ങനെ കരുതാനാവില്ല. കാരണം അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഒഴിവാക്കാൻ കഴിയാത്ത മറ്റു 2 പേരുകൾ. ഒന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ, മറ്റൊന്ന് മനോഹർ ലാൽ ഖട്ടർ. 2 പേരും മുതിർന്ന പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഒന്നുകിൽ അവരെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരിക, അതല്ല ഇനി JP നഡ്ഡ മാറുകയാണെങ്കിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് പകരം ഇവരിൽ ആരെങ്കിലും കൊണ്ടുവരിക എന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇതിനിടയിൽ നിൽക്കുന്നുണ്ട്. ആ വിഷയത്തെ എങ്ങനെയാണ് കാണേണ്ടത്? അതായത് ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും താല്പര്യമില്ലാത്തൊരു നേതാവാണ്. താല്പര്യമില്ലായിരുന്നു. അതും കഴിഞ്ഞ ഈ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ശിവരാജ് സിംഗ് ചൗഹാനെ മത്സരിപ്പിച്ചു. അതായത് അദ്ദേഹത്തെ മത്സരിപ്പിക്കുമ്പോൾ നൽകിയൊരു സന്ദേശം എന്നാൽ നിങ്ങൾ തന്നെയായിരിക്കും ജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്നാണ്. അദ്ദേഹത്തെ മത്സരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജനസമ്മതിയെല്ലാം തന്നെ പരിപൂർണമായും വിനിയോഗിച്ച് BJP അവിടെ ഒരു വൻ വിജയം നേടി. അതിനുശേഷം മുഖ്യമന്ത്രി സ്ഥാനം നൽകിയില്ല. എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാം തന്നെ സ്വാധീനം വേണം, അതേസമയത്ത് ഇവരെയൊന്നും തന്നെ മുഖ്യമന്ത്രിയാക്കാൻ വയ്യ. അങ്ങനെ ഒരു സമീപനമാണ് നരേന്ദ്രമോദി കൈക്കൊണ്ടിരുന്നത്. പക്ഷേ ഒന്നാലോചിക്കുക, മധ്യപ്രദേശിൽ നേടിയ ആ ഒരു വൻ വിജയം 29 സീറ്റിലെ 29ഉം BJPക്കാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടുതൽ കരുത്തരാകുന്ന ചില നേതാക്കന്മാരുണ്ട്. ഇന്നത്തെ BJPയുടെ ഈ ഒരു പ്രതിസന്ധിയിൽ ഏറ്റവും കരുത്തനായി മാറിയ ഒരു നേതാവെന്ന് പറഞ്ഞാൽ ശിവരാജ് സിംഗ് ചൗഹാനാണ്. ഒരുപക്ഷെ
ഈ രാജസ്ഥാനിലുണ്ടായതുപോലുള്ളൊരു തിരിച്ചടി ഈ മധ്യപ്രദേശിലുണ്ടായിരുന്നെങ്കിൽ ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കുക, BJP തകർന്ന് തരിപ്പണമാകുമായിരുന്നു. അപ്പോൾ ഈ ഇത്ര കനത്ത തിരിച്ചടികൾക്കിടയിലും രണ്ട് സംസ്ഥാനങ്ങളാണ് ശരിക്കും പറഞ്ഞ BJPക്ക് വലിയ ആശ്വാസമായത്. ഒന്ന് മധ്യപ്രദേശും മറ്റൊന്ന് ഗുജറാത്തുമാണ്. ഗുജറാത്തിൻ്റെ കാര്യം പറയേണ്ടതില്ല, അവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മോദിയും അമിത്ഷായും നേരിട്ടാണ്. മധ്യപ്രദേശിൻ്റെ കാര്യം അങ്ങനെയല്ല. മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന നേതാവ് അദ്ദേഹം കൂടുതൽ കരുത്തനാവുന്നു. ആ നേതാവിൻ്റെ ശിവരാജ് സിംഗ് ചൗഹാൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ അത് മോദി കൊണ്ടുവന്ന ഈ നേതാവല്ല, മോദിയേക്കാൾ മുമ്പ്, നമുക്ക് അങ്ങനെ തന്നെ പറയാം, മോദിയേക്കാൾ മുമ്പ് എന്ന് തന്നെ പറയാം, ഒരു മധ്യപ്രദേശ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അദ്ദേഹം യുവമോർച്ചയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്നു. അതിനുശേഷം മധ്യപ്രദേശ് രാഷ്ട്രീയത്തിലേക്ക് പോയി. ഒരു ഘട്ടത്തിൽ മോദിയേക്കാൾ കരുത്തനായിരുന്ന ഒരു നേതാവായിരുന്നു ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന നേതാവ്. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്വാനി, LK അദ്വാനി, AB വാജ്പേയി, അവരുടെയൊക്കെ ആ ഒരു ഏറ്റവും അവരെല്ലാം BJPയെ നിയന്ത്രിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർ കൊണ്ടുവന്ന ഒരു നേതാവാണ്. LK അദ്വാനി എല്ലാം കൊണ്ടുവന്ന ഒരു നേതാവാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. അതിൻ്റെ ഒരു അതൃപ്തി ഈ മോദിക്കും അമിത്ഷായ്ക്കും എല്ലാം ചൗഹാനോടുണ്ട്. എന്നാൽ ഇപ്പോഴാവട്ടെ ചൗഹാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. BJPയുടെ ഇന്നത്തെ ഒരു രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കരുത്തനായി മാറിയ ഒരു നേതാവ് ശിവരാജ് സിംഗ് ചൗഹാനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരിക്കലും അവഗണിക്കാനാവില്ല. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തേണ്ടി വരും, മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു സ്ഥാനം നൽകേണ്ടി വരും. അല്ല, ഈ പറഞ്ഞ പോലെ ഈ മോദിക്കും അമിത്ഷായ്ക്കും ചൗഹാനോട് അത്രയധികം ഒരു താല്പര്യമില്ലാത്ത പശ്ചാത്തലത്തിൽ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ അവർക്ക് കൂടുതൽ എളുപ്പം അധ്യക്ഷ പദവിയിലേക്ക് ഇരുത്തുന്നതായിരിക്കില്ല. ഇപ്പോൾ JP നദ്ദയെ അധ്യക്ഷ പദവിയിൽ ഇരുത്തി കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന പ്രതീക്ഷയുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അല്ല, ഒന്നുകിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ശിവരാജ് സിംഗ് ചൗഹാനെ ഏറ്റവും പ്രധാനപ്പെട്ട വല്ല വകുപ്പുകൾ നൽകണം, അതുമല്ലെങ്കിൽ ശിവരാജ് സിംഗ് ചൗഹാനെ അധ്യക്ഷനാക്കേണ്ടി വരും. പക്ഷേ അവിടെയുള്ളൊരു വിഷയം ഇതാണ്, അദ്ദേഹം ഒരു കളിപ്പാവയായിരിക്കും. അതായത് അമിത്ഷാ എന്ന നേതാവിൻ്റെ വളർച്ച നമ്മൾ കണ്ടു. ഈ അമിത്ഷാ എന്ന നേതാവിനെ ഗുജറാത്തിൽ നിന്നും കണ്ടെത്തി അദ്ദേഹത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാക്കി, അമിത്ഷായ്ക്ക് ഉത്തർപ്രദേശിൻ്റെ ചുമതല നൽകി, പിന്നീട് അമിത്ഷായെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാക്കി, BJPയിലെ രണ്ടാമനാക്കി, എല്ലാം ചെയ്ത് അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ ആ സമയത്ത് ഒതുക്കപ്പെട്ട ഒരുപാട് നേതാക്കന്മാരുണ്ട്. അതിലൊരാളായിരുന്നു ശിവരാജ് സിംഗ് ചൗഹാൻ എല്ലാം തന്നെ. അപ്പോൾ കഴിഞ്ഞ ഈ മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ശിവരാജ് സിംഗ് ചൗഹാൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ ഏറെക്കൂടെ അവസാനിച്ചു എന്ന് എഴുതി തള്ളിയ നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ മറിച്ചൊരു ഈ ജനവിധി എന്ന് പറഞ്ഞാൽ ഈ നരേന്ദ്രമോദി ലക്ഷ്യമിട്ടതുപോലെ ഒരു 400+ ആയിരുന്നത് കരുതുക. ഈ നേതാവ് ശിവരാജ് സിംഗ് ചൗഹാൻ സൂചനകൾ വരുന്നുണ്ട്. അതായത് ശിവരാജ് സിംഗ് ചൗഹാനെ അധ്യക്ഷനാക്കിയേക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് പുറത്തു വരുന്നത്.